കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ വെളിച്ചം പദ്ധതിക്ക് ഏപ്രിൽ 15-ന് തുടക്കമാകും. വായനയിലൂടെ പുതിയ ആസ്വാദന തലത്തിലേക്ക് ഉയരാൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് വായനാ വെളിച്ചം സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് നിന്നും അജീഷ് പീലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വായനയ്ക്ക് അവധിയില്ലെന്ന പ്രഖ്യാപനവുമായി വിഷുവിന് ശേഷം ഗ്രന്ഥശാലകളിൽ വായനാ വെളിച്ചം പ്രവർത്തനങ്ങൾക്ക് ആരംഭമാകും. താലൂക്കിലെ 262 ഗ്രന്ഥശാലകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ മുന്നോടിയായി ഗ്രന്ഥശാല കൺവീനർമാർക്കുള്ള പരിശീലനം പൂർത്തിയായി. അഭിനയത്തിലൂടെയും തിയേറ്റർ സാധ്യതകളിലൂടെയും വായനയെ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമുള്ളതാക്കി മാറ്റാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെ തിയേറ്റർ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മനോജ് നാരായണന്റെ നേതൃത്വത്തിൽ താലൂക്കിലെ 3 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു പരിശീലന പരിപാടികൾ നടന്നത്. വേനലവധി കാലത്ത് കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കുന്നതിനായി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ വായനാ കളരിയും ഇതിനൊപ്പം സംഘടിപ്പിക്കും. കുട്ടികളെ കണ്ടെത്താനുള്ള സർവേ, പ്രമോ വീഡിയോ നിർമ്മാണം, രക്ഷിതാക്കളുടെ യോഗം എന്നിവ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഗ്രന്ഥശാലാതല ഉദ്ഘാടനങ്ങൾ നടക്കുക. പദ്ധതിയുടെ തെക്കൻ മേഖലാതല പരിശീലനം ചന്ദേര GUP സ്കൂളിൽ നടന്നു. ചന്ദേര EMS ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ V സുരേശൻ, താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ C ശാരദ, T തമ്പാൻ, TV ബാലകൃഷ്ണൻ, സുനീഷ് കക്കാട്ടി, PV ഉണ്ണിരാജൻ, P ശ്രീധരൻ, T ബാബു, A സജയൻ, V സുധാകരൻ, ഉദുമ, VK രതീശൻ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.